മഴതോരും മുമ്പേയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീന ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് രോഹിത്തിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണ്ടേ അച്ഛാ. അപ്പോൾ ദേഷ്യത്തോടു കൂടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താ മോളെ ഈ പറയുന്നത്? അവനെ പുറത്തിറക്കാനോ? അവൻ ചെയ്തത് എന്താണെന്ന് നിനക്കറിയില്ലേ? നിന്നെപ്പോലൊരു പെൺകുട്ടിയല്ലേ അവളെ 4 പേര് ചേർന്ന് ആക്രമിച്ചത്. അവൻ സ്നേഹം നടിച്ചു ആ പെൺകുട്ടിയെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇത്രയധികം ക്രൂരത ചെയ്യണോ മോളെ? അത് ഞാൻ എത്ര പ്രാവശ്യം രോഹിത്തിനോട് പറഞ്ഞു, ഹരിയുടെ കൂടെ കൂടരുത് എന്ന്. അപ്പോൾ അവൻ അത് കേട്ടോ? അപ്പോൾ ഇതിനുള്ള ശിക്ഷയെല്ലാം അവൻ അനുഭവിക്കണ്ടേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതെനിക്ക് ഉറപ്പാണ് അച്ഛാ. അതെന്താ മോളെ നീ അങ്ങനെ അത്രയും ഉറപ്പിച്ച് പറയുന്നത്? അച്ഛാ ആ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവൻ ആ പെൺകുട്ടിയുടെ ദേഹത്ത് ഒന്ന് കൈ പോലും വച്ചിട്ടുണ്ടാവില്ല. അവനെ കൊണ്ട് അതിന് കഴിയില്ല അച്ഛാ, അത്രയും ഒരു പാവമാണവൻ. അന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഹരിയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് അന്നവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അതിനുശേഷം അവൻ്റെ സ്വഭാവത്തിൽ ആകപ്പാട് ഒരു മാറ്റം വന്നു. അവന് എല്ലാ കാര്യത്തിലും വലിയ പേടിയാണ്. അന്ന് അവൻ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് ഇവിടെ വന്ന കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ? അവനന്ന് മദ്യപിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ അവൻ ആകെപ്പാടെ ഭയന്ന് വിറച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ഇതെങ്ങനെ അച്ഛാ നമ്മൾ തെളിയിക്കും? അപ്പോൾ ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ബാലചന്ദ്രനും ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ, എൻ്റെ മകൻ ഇനി തെറ്റ് ചെയ്യാതെയാണോ ശിക്ഷ അനുഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛന് അന്നും ആ SIയെ പരിചയമുണ്ടല്ലോ, അയാളെ ഒന്ന് വിളിച്ച്, ആ SIയെ അച്ഛന് പരിചയമുണ്ട്, CAയും പരിചയമുണ്ട്, ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കച്ചാ. എന്താ നടന്നതെന്ന് അവർക്കറിയായിരിക്കുമെങ്കിലോ, അച്ഛനെ ഒന്ന് സഹായിക്കാൻ അവർക്ക് കഴിയുമെങ്കിലോ. അങ്ങനെ അലീനയുടെ നിർബന്ധത്തിന് വഴങ്ങി ബാലചന്ദ്രൻ കൂട്ടുകാരനായ CAയെ കാണാൻ തീരുമാനിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, അച്ഛൻ പുറത്തു പോയി കാണണ്ട, ഇവിടെ നിന്നൊന്ന് ഫോൺ ചെയ്താൽ മതി അച്ഛാ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ മോളെ നീ പറയുന്നത്? ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോണിലൂടെയാണോ സംസാരിക്കേണ്ടത്? അതും നമ്മളൊരു അഭ്യർത്ഥനയ്ക്ക് പോവുമല്ലേ, അപ്പോൾ നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ അത് മോശമല്ലേ മോളെ? പക്ഷേ അച്ഛാ ഈ സാഹചര്യത്തിൽ അച്ഛൻ അയാളെ കാണാൻ പോകുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് പേടിയാ അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് പേടിക്കണ്ട മോളെ. ഇല്ല അച്ഛാ അതെനിക്ക് പേടിയാ. അങ്ങനെ അച്ഛൻ കാണാൻ പോകുന്നുണ്ട് എങ്കിൽ വേറൊരു വണ്ടി വിളിച്ചിട്ട് പോയാൽ മതി, അച്ഛൻ്റെ കാറ് കൊണ്ട് പോകണ്ട. അച്ഛൻ്റെ കാറാവുമ്പോൾ എല്ലാവർക്കും അറിയാം, അച്ഛൻ്റെ ഓഫീസിലുള്ളവർക്കും നാട്ടുകാർക്കും ഒക്കെ അച്ഛന് ഏകദേശം പരിചയമുള്ളതുകൊണ്ട് അച്ഛൻ്റെ കാറും അറിയാം. അതുകൊണ്ട് അച്ഛൻ കാറിൽ പോകണ്ട, അതെനിക്കൊരു പേടിയാ. അച്ഛൻ ഇപ്പോൾ തിരിച്ചു വന്നതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ അലീനയുടെ നിർബന്ധം കൊണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി നിൻ്റെ ഓരോ കാര്യങ്ങൾ, ഞാൻ നാളെ മറ്റൊരു വണ്ടി പിടിച്ച് പോവാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ബാലചന്ദ്രൻ CAയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് CAയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊന്നും അയാൾ ബാലചന്ദ്രൻ്റെ വാക്കുകൾക്ക് യാതൊരു മുൻഗണനയും കൊടുത്തില്ല. അയാൾ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് കഴിയില്ല ബാലചന്ദ്ര, താൻ എൻ്റെ കൂട്ടുകാരനൊക്കെ തന്നെയാണ്, പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾക്ക് ഞാൻ ഇടപെടില്ല, താൻ മറ്റാരെങ്കിലും ഒന്ന് കണ്ട് ശ്രമിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പല സുഹൃത്തുക്കളെയും കണ്ട് ഈ കാര്യം പറയുന്നുണ്ട്. അവരാരും ഇങ്ങനെയുള്ളൊരു കാര്യമായതുകൊണ്ട് അതിൽ ഇടപെടാൻ തയ്യാറല്ല. അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, മോളെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ ഒരു നാണം കെട്ട കേസായതുകൊണ്ട് ആരുടെയും മുന്നിൽ കൂടുതൽ നിർബന്ധം പിടിക്കാനോ ഒന്നിനും കഴിയില്ല മോളെ, അവർ നമ്മളെ സഹായിക്കില്ല. ആരാ ഇങ്ങനെയുള്ള കേസുകൾക്ക് ഒരു മര്യാദയുള്ള ആൾക്കാരും ഇതിൽ തുനിഞ്ഞിറങ്ങില്ല മോളെ. അങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് വല്ലാതെ അങ്ങ് സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെ നമ്മൾ ഇരുന്നാൽ എങ്ങനെ നമുക്ക് രോഹിത്തിനെ പുറത്തിറക്കാൻ കഴിയും? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, അവനെ നമുക്ക് പുറത്തിറക്കണ്ട, പക്ഷേ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവനെ ശിക്ഷിക്കുന്നത് ഒരു പാപമല്ലേ അച്ഛാ?
അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ഞാനൊന്ന് രേവതി കുട്ടിയെ വിളിക്കാം. അന്ന് എന്നെ പോലീസ് ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഗ്രേസി ആൻറ്റിയും മാമച്ചനങ്ങളും അല്ലേ ഉണ്ടായിരുന്നത്. അവരുടെ സുഹൃത്തല്ലേ DYSP സാറ്, മധുസൂദനൻ സാറ്. ആ സാറ് വിചാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന്. അങ്ങനെ രേവതി കുട്ടിയെ അലീന ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ആൻറ്റി എവിടെ ഉണ്ടോ, നീ ഒന്ന് ഫോൺ കൊടുത്തേ, ഒരു കാര്യം സംസാരിക്കാനാ. അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, എന്താ ചേച്ചി എന്നോട് പറയാൻ പറ്റാത്ത കാര്യം? എന്നോട് പറഞ്ഞാലേ ഞാൻ അവരെ വിളിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അലീന കാര്യങ്ങളെല്ലാം രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി അന്ന് ചേച്ചി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ചേച്ചി അവരെ രക്ഷിക്കാൻ വന്നത്. ഞാൻ എന്തായാലും പറഞ്ഞു നോക്കാം ആൻറ്റിയുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കാവേ. അങ്ങനെ ഗ്രേസി ആൻറ്റി അലീനയോട് സംസാരിക്കുന്നുണ്ട്. മോളെ, അന്ന് നിന്നെ പുറത്തിറക്കാൻ ഞങ്ങൾ ഇടപെട്ടത് നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടുമാണ്. അല്ലാതെ ഞങ്ങൾ ഈ ഒരു കേസിൽ എങ്ങനെയാ മോളെ അയാളെ വിളിച്ച് സംസാരിക്കുക? അവൻ തെറ്റ് ചെയ്തിട്ടുള്ളവനല്ലേ, അപ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കും? അപ്പോൾ അലീന പറയുന്നതാണ്, ആൻറ്റി അവൻ തെറ്റ് ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആൻറ്റി വിളിച്ച് സംസാരിക്കേണ്ട. പക്ഷേ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആൻറ്റി പറ്റുമെങ്കിൽ അങ്കിളിനോടൊന്ന് സംസാരിച്ചിട്ട് മധുസൂദനൻ സാറിനെ ഒന്ന് വിളിക്കണം. എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിയാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ്. അലീനയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് ഗ്രേസി പറയുന്നുണ്ട്, ശരി മോളെ, ഞാൻ മാമച്ചനോടൊന്ന് സംസാരിച്ച ശേഷം മോളെ അങ്ങോട്ട് വിളിക്കാമെന്ന്. അങ്ങനെ മാമച്ചനോട് ഗ്രേസി സംസാരിക്കുന്നുണ്ട്. പാവം അലീനയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട്. അവൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ട്. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. മാമച്ച, നമുക്കൊരു പ്രാവശ്യം കൂടെ മധുസൂദനൻ സാറിനെ ഒന്ന് വിളിച്ചാലോ? വേറെ പുറത്തിറക്കാനൊന്നും പറയാനല്ല, അവൾക്ക് കുറച്ച് കാര്യങ്ങൾ മധുസൂദനൻ സാറിനോട് ചോദിച്ചറിയാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ മാമച്ചൻ മധുസൂദനൻ സാറിനെ വിളിക്കുകയും മധുസൂദനൻ സാറ് അലീനയെ കാണാൻ സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ അലീന പിറ്റേ ദിവസം രാവിലെ തന്നെ മാമച്ചനെയും ഗ്രേസി ആൻറ്റിയെയും കൂട്ടി മധുസൂദനൻ സാറിൻ്റെ വീട്ടിലേക്ക് മധുസൂദനൻ സാറിൻ്റെ മരുമകനെയും കൂട്ടി പോകുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം അലീന കുറച്ച് കാര്യങ്ങൾ മധുസൂദനൻ സാറിനോട് ചോദിക്കുന്നുണ്ട്. സാർ, ഞാൻ എൻ്റെ കുറച്ച് സംശയങ്ങൾ സാറിനോട് ചോദിച്ചോട്ടെ? അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. ആ ഒരു പാവം പെൺകുട്ടി പീഡിപ്പിക്കുന്നതിൻ്റെ അന്ന് അവൻ ആ ഒരു സമയത്ത്, ആ പീഡനം നടന്നു എന്ന് പറയുന്ന സമയത്ത് അവൻ വീട്ടിലുണ്ടായിരുന്നു. അന്ന് പേടിച്ച് വിറച്ചാണ് അവൻ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് അവൻ അവിടെ ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ് സാർ അവൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്? അപ്പോൾ അലീന കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മധുസൂദനൻ സാറിന് മനസ്സിലാവുന്നുണ്ട്, ഈ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. അങ്ങനെ മധുസൂദനൻ സത്യങ്ങൾ പറയുന്നുണ്ട്. മോളെ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് പറയുന്നതല്ലേ, അത് നമ്മൾ പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? ഞാൻ അവന്മാരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മറ്റ് 3 പേരും പറഞ്ഞിരുന്നു. അത് 2 അടിയൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് അവന്മാർ സത്യം പറഞ്ഞത്. ഹരി എന്ന് പറയുന്ന 1-ാം പ്രതിയാണ് ആ കുട്ടിയെ അവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചു വരുത്തിയത് എന്നും ബാക്കി 3 പേരും ആ സമയത്ത് അവിടെ ചെന്നിരുന്നു. പക്ഷേ അതിൽ ആ രോഹിത് എന്ന് പറയുന്ന കുട്ടി അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്നും അവന്മാർ ഒരുപാട് നിർബന്ധിച്ചു എന്നും പക്ഷെ അവൻ വഴങ്ങാതെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് അവന്മാരെ ഭീഷണിപ്പെടുത്തി റൂമിലേക്ക് കൊണ്ടുപോയതാണ് എന്നും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ അലീനയ്ക്ക് വല്ലാതെ അങ്ങ് സങ്കടമാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ ഉറപ്പായിട്ടും നിരപരാധി തന്നെയാണല്ലേ സാർ? അതാണ് എൻ്റെ മനസ്സ് അങ്ങനെ തന്നെ പറഞ്ഞത്. അവനെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായില്ലേ സാർ? പിന്നെ നിങ്ങൾക്ക് അവനെ വെറുതെ വിട്ടുകൂടെ? അല്ലെങ്കിൽ കോടതിയിൽ തന്നെ അവന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൽ പോരെ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മോളെ, നീ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. കോടതിയിൽ ആ നേരിടേണ്ടി വന്ന കുട്ടി, ആ ശരണ്യ വന്ന് സത്യം വെളിപ്പെടുത്തണം. അല്ലാതെ കുറ്റം ചെയ്ത പ്രതികളുടെ മൊഴി ആരെങ്കിലും കണക്കിലെടുക്കോ? അവർ ചിലപ്പോൾ മാറ്റി പറഞ്ഞാലോ? ആ പീഡനത്തിന് ഇരയായ കുട്ടി തന്നെ വന്ന് പറയണം, ഇയാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന്. അല്ലാതെ ഞങ്ങളോ ആ പ്രതികളോ അല്ല പറയേണ്ടത്.
അപ്പോൾ അലീനയ്ക്ക് ശരണ്യ പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത്തിനെ വെറുതെ വിടും എന്നുള്ളൊരു കാര്യം പിടികിട്ടി. അവള് അപ്പോൾ DYSPയോട് ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ എങ്ങനെയാണ് ശരണ്യയെ ചെന്ന് കാണേണ്ടത്? അപ്പോൾ DYSP മധുസൂദനൻ പറയുന്നുണ്ട്, അതിന് ശരണ്യ ഹോസ്പിറ്റലിലാണ്, അവിടെ ഇപ്പോൾ നിനക്ക് പോയി കാണാൻ കഴിയില്ല. അവളുടെ വീട്ടുകാരും പോലീസും അവൾക്ക് കാവലിനുണ്ട്. പുറത്തുനിന്ന് ഒരാളെയും അവിടെ അകത്തേക്ക് കടക്കാൻ അവർ അനുവദിക്കില്ല. കാരണം ബാക്കി 3 പ്രതികളുടെയും വീട്ടുകാർ പണം കൊണ്ടും ആൾബലത്തിലും രാഷ്ട്രീയ സ്വാധീനത്തിലുമൊക്കെ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും അവർ വഴങ്ങുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അവിടെ ചെന്ന് സ്വാധീനിക്കാൻ പറ്റാതായാൽ ആ കുട്ടിയെ അപകടത്തിൽപ്പെടുത്താനും അവർ മടിക്കില്ല. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വരെ നൽകിയിരിക്കുന്നത്. ഈ സ്ഥിതിക്ക് നിനക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരിക്കലും കഴിയില്ല. 2 ദിവസം കഴിഞ്ഞ് ആ കുട്ടിയെ ഡിസ്ചാർജ് ആക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അവിടേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നിനക്ക് അവനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ശരണ്യയെ കണ്ടു കഴിഞ്ഞാൽ അവനെ രക്ഷിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് അവൾ അവിടെ നിന്ന് അമ്മച്ചനോടും ഗ്രേസിയോടും ഒരുപാട് നന്ദിയും പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവളുടെ മനസ്സിൽ വല്ലാതൊരു സന്തോഷവും ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അവൾ തിരിച്ചു വന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ DYSP സാറിനെ കണ്ടിരുന്നു. എനിക്കിപ്പോൾ വല്ലാതെ പ്രതീക്ഷ തോന്നുന്നു അച്ഛാ. രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ? DYSP സാറും പറഞ്ഞു രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. ആ പ്രതികൾ അവന്മാരെ ഹരിയൊക്കെ പറഞ്ഞു അത്രേ, അവനെ കൊണ്ട് നിർബന്ധിച്ചാണ് അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോയത് എന്നും അത് നടന്ന സമയത്ത് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരാൻ നോക്കിയപ്പോൾ അവനെ ഭീഷണിപ്പെടുത്തി അവനെയും കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ അകത്താക്കും എന്ന് പറഞ്ഞിട്ടാണ് അവന്മാരവിടെ പൂട്ടിയിട്ടത് എന്നും. അതുകൊണ്ട് എനിക്ക് എന്തായാലും അവനെ എൻ്റെ സഹോദരനെ രക്ഷിച്ചേ മതിയാകൂ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അതിനെന്താണ് വഴി? അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. അച്ഛാ, DYSP സാറ് പറഞ്ഞത് ആ പീഡനത്തിന് ഇരയായ പെൺകുട്ടി, അതായത് ശരണ്യ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഹിത്തിനെ വെറുതെ വിടൂ അച്ഛാ. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, മോളെ ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷേ എങ്ങനെ ശരണ്യയെ കൊണ്ട് മൊഴി മാറ്റി പറയിക്കും അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്? അങ്ങോട്ടേക്ക് ചെന്നാൽ അവർ നമ്മളെ പച്ചയ്ക്ക് കത്തിക്കുമോളെ. അതുകൊണ്ട് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. മറ്റ് ഒരു വഴിയുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവനെ രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ എന്തെങ്കിലും വഴി കണ്ടോളാമെന്നും. അങ്ങനെ അലീന തീരുമാനിക്കുകയാണ് ശരണ്യയുടെ വീട്ടിൽ പോയി ശരണ്യയെ കാണാമെന്ന്. അങ്ങനെ അത് ബാലചന്ദ്രനോട് പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകരുത്. നീ ഈ വീട്ടിലെ പെൺകുട്ടിയാണെന്ന് അവർക്കറിയാം. അവിടെയുള്ള നാട്ടുകാരോ ബാക്കിയുള്ള ആൾക്കാരോ ആരെങ്കിലും നിന്നെ കാണുകയാണെങ്കിൽ സംഗതി വഷളാവും. നിനക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല. എന്നിട്ടും ബാലചന്ദ്രൻ്റെ വാക്ക് ധിക്കരിച്ച് അലീന ബാലചന്ദ്രൻ അറിയാതെ രേവതിക്കുട്ടിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് നാട്ടുകാർ കാണുകയും അവളെ ഓട്ടോറിക്ഷയിൽ നിന്നും വലിച്ച് താഴേക്കിട്ട് അവളെ ഒരുപാട് മർദ്ദിച്ചതിന് ശേഷം അവളുടെ തലയിൽ മണ്ണെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നും അവളുടെ പഴയ സുഹൃത്തായ ഷാജിയാണ് അവളെ രക്ഷിക്കാനായിട്ട് എത്തുന്നത്. നീ ആ വീട്ടിലെ പെൺകുട്ടിയല്ലേടി, എന്തിനാടി ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അവൾ വല്ലാതെ അങ്ങ് കരയുന്നുണ്ട്. അയ്യോ, ഞാൻ മറ്റൊന്നിനും വന്നതല്ല, എനിക്ക് ശരണ്യയെ കാണണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അവൻ്റെ ബന്ധുക്കാരോ വീട്ടുകാരോ ആരെങ്കിലും ഒരാളെ ഈ ഏരിയയിൽ കണ്ടാൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വിടില്ല, ഞങ്ങൾ കത്തിച്ച് കളയും. നീ അവൻ്റെ വീട്ടിലെ പെൺകുട്ടിയല്ലേ, എന്നിട്ട് നിനക്ക് ഇത്ര ധൈര്യത്തോടു കൂടി നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് അവളെ വലിച്ചിഴയ്ക്കുമ്പോൾ ഷാജി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വൃത്തികേടാ കാണിക്കുന്നത്? ആ ഒരു പെൺകുട്ടി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളെ വലിച്ചഴിച്ചു കഴിഞ്ഞാൽ ആ മാനം നഷ്ടപ്പെട്ട ആ പെൺകുട്ടി തിരിച്ചു വരുമോ? ഇല്ലല്ലോ. അതിൻ്റെ മാനം തിരിച്ചു കിട്ടുമോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയോട് ഈ ക്രൂരത ചെയ്യുന്നത്? ശരി, അവൻ തെറ്റ് ചെയ്തു, അത് അവനെ ശിക്ഷിച്ചാൽ പോരെ? അവൻ്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും ശിക്ഷിക്കണോ? അങ്ങനെ ഷാജി പറയുമ്പോൾ അവന്മാർ കുറച്ചൊക്കെ ഒന്ന് അടങ്ങുന്നുണ്ട്. എന്നിട്ട് അലീനയെ അവൻ കൂട്ടിക്കൊണ്ട് അവൻ്റെ വീട്ടിൽ പോയി അവൾക്ക് ഭക്ഷണവും മാറാനുള്ള വസ്ത്രങ്ങളും കൊടുത്ത് അലീനയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. പക്ഷെ അലീന അപ്പോഴും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. അവൾ പല പ്രാവശ്യം ശരണ്യയെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പല പ്രാവശ്യവും പോയി തുടങ്ങുമ്പോൾ ശരണ്യയും അലീനയും തമ്മിൽ വല്ലാതെ അങ്ങ് ഒരു സ്നേഹബന്ധം ഉണ്ടാവുന്നുണ്ട്. ശരണ്യയ്ക്ക് അലീനയെ കാണുമ്പോൾ മാത്രം
മാത്രമാണ് അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടാകുന്നതും അവൾ ചെറുതായിട്ടൊക്കെ അവൾ സംസാരിക്കാൻ തുടങ്ങുന്നതും. അങ്ങനെ നല്ല സുഹൃത്തുക്കളായി കഴിയുമ്പോൾ അലീന അവളുടെ ആവശ്യം ശരണ്യയോട് പറയുന്നുണ്ട്. മോളെ, ചേച്ചി ഒരു കാര്യം പറയട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് ചേച്ചിയോടുള്ള സ്നേഹമോ എന്തെങ്കിലും കുറവ് വരുമോ? അപ്പോൾ ശരണ്യ പറയാണ്, എന്താ ചേച്ചി, എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? മോളെ, അത് ചേച്ചി എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. മോക്ക് പറ്റിയത് എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ചെയ്തവന്മാർ എന്തായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം മോളെ. ഏറ്റവും ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവന്മാർക്ക് വാങ്ങിക്കൊടുക്കുകയും തന്നെ വേണം. പക്ഷേ ഇതിനിടയിൽ കുറ്റം ചെയ്യാത്തവരും കൂടെ ശിക്ഷ അനുഭവിച്ചാലോ? അത് മോള് ആലോചിച്ചിട്ടുണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ, അതിൽ ബാക്കി 3 പേരും കുറ്റം ചെയ്തവന്മാരാണ്. പക്ഷേ രോഹിത്, അവൻ നിൻ്റെ ശരീരത്തിലൊന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല മോളെ. നിനക്കതൊന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? എനിക്കറിയാം നിനക്കത് ആലോചിക്കാൻ കൂടെ താല്പര്യമില്ല എന്ന്. പക്ഷേ ഒരു നിരപരാധിയെ ശിക്ഷിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മോളോട് ഇത് ആവശ്യപ്പെടുന്നത്. ആദ്യമൊക്കെ അവളത് ഓർത്തെടുക്കാൻ വിസമ്മതിച്ചെങ്കിലും വീണ്ടും അലീനയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് അലീന പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആലോചിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, ശരിയാണ് ചേച്ചി, അന്ന് 4 പേരവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ജ്യൂസ് തന്നത് ഹരി എന്ന് പറയുന്ന അവനാണ് ആ വൃത്തികെട്ടവൻ. പക്ഷേ ആ രോഹിത്, ശരിയാണ്, അവൻ ആ റൂമിലോട്ട് വന്നതുപോലുമില്ല. അതെനിക്ക് നന്നായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. ബാക്കി 3 പേരുമാണ് എന്നെ എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, കരയല്ലേ മോളെ, കരയില്ല, പോട്ടെ, സാരമില്ല, ഇതെല്ലാം നമുക്ക് മറികടന്നേ മതിയാവും. അതിന് നിൻ്റെ ഒരൊറ്റ മൊഴി തന്നെ വേണം. അവന്മാർ എന്തായാലും ശിക്ഷിക്കപ്പെടണം. പക്ഷേ രോഹിത്, അവനെ വെറുതെ വിടണം മോളെ. നിൻ്റെ ഒരൊറ്റ മൊഴിയുടെ ബലത്തിൽ മാത്രമേ അവനെ വെറുതെ വിടാനായിട്ട് കഴിയുള്ളൂ. അതിനാണ് ഞാൻ നിൻ്റെ സഹായം ചോദിച്ചത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ശരി ചേച്ചി, ചേച്ചിയാണ് എന്നെ പഴയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഒരിക്കലും ഈ ഒരു ജീവിതത്തിൽ തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ചേച്ചി എനിക്ക് തന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്. എനിക്കിന്ന് ജീവിക്കണം ചേച്ചി. എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ പഴയതുപോലെ നല്ല കളിച്ച് ചിരിച്ച് നടക്കണം. അതിന് എന്നെ ഒരുപാട് എന്നെ സഹായിച്ചത് അലീന ചേച്ചി തന്നെയാണ്. അതുകൊണ്ട് ചേച്ചി പറയുന്ന ആവശ്യം ഞാൻ എന്തായാലും അംഗീകരിക്കും. അങ്ങനെ കോടതിയിൽ കേസ് വിളിക്കുകയും ശരണ്യ ധൈര്യത്തോടു കൂടെ തന്നെ കോടതിയിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, എന്നെ പീഡിപ്പിച്ചത് ഈ നിൽക്കുന്ന 3 പേരുമാണ്. എന്നിട്ട് അവൾ രോഹിത്തിൻ്റെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഇയാൾ എന്നെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഇയാൾ നിരപരാധിയാണ് എന്ന്. അങ്ങനെ അത് കേൾക്കുമ്പോൾ രോഹിത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അവൻ തല കുനിച്ച് അവളോട് മാപ്പ് പറഞ്ഞ് കൈ തൊഴുതിങ്ങനെ നിൽക്കുന്നുണ്ട്. ശരണ്യ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹരിക്കും ബാക്കി 3 പേർക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവനിങ്ങനെ വല്ലാതെ ഒരു തുറച്ചു നോക്കിക്കൊണ്ടാണ് ശരണ്യയുടെ അടുത്തേക്ക് നിൽക്കുന്നത്. ശരണ്യയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്നെ ഒരിക്കലും ഞാൻ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലടാ എന്ന്. പക്ഷേ രോഹിത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് വരുമ്പോൾ അലീന നിറകണ്ണുകളോടുകൂടി അവനെ നോക്കുന്നുണ്ട്. അപ്പോഴും രോഹിത്തിന് അലീന കാരണമാണ് ഇപ്പോൾ ശരണ്യ വന്ന് മൊഴി പറഞ്ഞതെന്നും അങ്ങനെയാണ് അവനെ വെറുതെ വിട്ടത് എന്നും അവൻ ആലോചിക്കുന്നുമില്ല, അവൻ അറിയുന്നുമില്ല. അലീനയോടുള്ള ദേഷ്യം മൊത്തം അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ആ സമയത്ത് രോഹിത് ആ ശരണ്യയ്ക്ക് നേരെ കൈകൂപ്പി ഇങ്ങനെ മാപ്പ് അപേക്ഷിക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, എന്നോടല്ല നീ മാപ്പ് പറയേണ്ടത്, ദാ ഈ നിൽക്കുന്ന അലീന ചേച്ചിയോട് വേണം നീ മാപ്പ് പറയാൻ. നിന്നെ ഈ പുറത്തിറക്കി കൊണ്ടുവരാൻ സഹായിച്ചത് ഈ ചേച്ചിയാണ്. ഈ ചേച്ചി എന്നെ വന്ന് പലതവണ കാണുകയും എനിക്ക് തന്ന ആത്മവിശ്വാസം കൊണ്ടും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന് ചേച്ചി എന്നോട് പറഞ്ഞത് കൊണ്ടും മാത്രമാണ് ഞാൻ ആ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തതും നീ കുറ്റക്കാരനല്ല എന്ന് പറയേണ്ടി വന്നതും. ചേച്ചി അതിനുവേണ്ടി എന്തെല്ലാം പ്രയാസങ്ങളാണ് സഹിച്ചതെന്ന് നിനക്കറിയാവോ? എന്നെ കാണാൻ എത്രയോ തവണ ചേച്ചി വന്നു, അതും പല ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ട്. നാട്ടുകാർ ചേച്ചിയെ കൊന്നുകളയാൻ വരെ ശ്രമിച്ചതാണ്. അതൊന്നും വകവയ്ക്കാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നീ തെറ്റ് ചെയ്തിട്ടില്ല
എന്ന ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ചേച്ചി വീണ്ടും വീണ്ടും എന്നെ കാണാൻ വന്നതും എന്നോട് അവസാനം ഈ കാര്യം ആവശ്യപ്പെട്ടതും. എനിക്കും തോന്നി ശരിയാണ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് നീ എന്നും ആ ചേച്ചിയോടാണ് കടപ്പെട്ടിരിക്കേണ്ടത്. ആ ചേച്ചി എന്തുമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഒരു വീട്ടിലെ വേലക്കാരിയായിട്ട് പോലും സ്വന്തം ചേച്ചിയെ പോലെ നിന്നെ പുറത്തിറക്കാൻ കൂടെ നിന്നത് അലീന ചേച്ചിയാണ്. ആ ചേച്ചിയോടാണ് നീ മാപ്പ് പറയേണ്ടത്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് നേരെ കൈകൂപ്പി രോഹിത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മോനെ പോട്ടെ, സാരമില്ല, നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ചേച്ചി നിന്നെ രക്ഷിച്ചത് എന്ന്. അപ്പോൾ എന്നിട്ട് വീണ്ടും അവൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് സങ്കടം സഹിക്ക വയ്യാതെ അവൻ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ചേച്ചി എന്നോട് ക്ഷമിക്കണം, ഞാൻ ചേച്ചിയോട് ചെയ്ത എല്ലാ തെറ്റിനും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കൽ പോലും ചേച്ചി എന്ന് വിളിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണെങ്കിലും ആ ഒരു സ്ഥാനം പോലും ഞാൻ ചേച്ചിക്ക് തന്നിട്ടില്ല. എന്നോട് ക്ഷമിക്കണം ചേച്ചി, ഞാൻ ചേച്ചിയോട് ചെയ്ത എല്ലാ തെറ്റിനും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അലീനയുടെ വീണ് രോഹിത്ത് പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറയുന്നുണ്ട്. രോഹിത്തിൻ്റെ ആ ഒരു സ്നേഹം കാണുമ്പോൾ അലീനയ്ക്ക് കണ്ണ് നിറഞ്ഞങ്ങ് മനസ്സ് തകർന്നു പോകുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, പോട്ടെ മോനെ, സാരമില്ല, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഈ ചേച്ചിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാ നിന്നെ പുറത്തിറക്കാൻ ഞാൻ കൂടെ നിന്നത്. ഇത് കാണുമ്പോൾ ബാലചന്ദ്രൻ സാറിനും മാഡത്തിനും ഒക്കെ ഒരുപാട് സന്തോഷമാവും. അങ്ങനെ രോഹിത്തിനെയും കൂട്ടി വളരെ സന്തോഷത്തിൽ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ് അലീന. അപ്പോൾ ഈ ഒരു എപ്പിസോഡുകളൊക്കെയാണ് ഇനി മഴതോരും മുംബൈയിൽ വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുംബൈയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ.